സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് നേരെ പാക് സേനയുടെയും ഭീകരരുടെയും പ്രകോപനങ്ങൾ പതിവാണ്. 1965-ലെയും 1971-ലെയും യുദ്ധത്തിൽ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനായില്ല. 99-ലെ കാർഗിൽ യുദ്ധത്തിലും ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ ഗോത്ര ഇസ്ലാമിക സായുധ സംഘങ്ങൾ 1947 ഒക്ടോബറിലാണ് ജമ്മു കശ്മീർ ആക്രമിച്ചത്. തുടർന്ന് ഇന്ത്യൻ സൈനിക സഹായം സ്വീകരിക്കുന്നതിനായി കശ്മീർ മഹാരാജാവ് ഹരി സിംഗ് ഇന്ത്യയുമായി കശ്മീരിന് ചേർക്കാനുള്ള കരാറിൽ ഒപ്പിടുകയും ഇന്ത്യ പ്രദേശം സംരക്ഷിക്കാൻ സൈന്യത്തെ രംഗത്തിറക്കുകയും ചെയ്തു. 1949 ജനുവരി 1-ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാർ പ്രകാരമാണ് നിയന്ത്രണ രേഖ നിലവിൽ വന്നതും കശ്മീർ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ വിഭജിക്കപ്പെടുന്നതും. 1965 ഓഗസ്റ്റ് 5-ന് ജമ്മു കശ്മീരിലേക്ക് ഓപ്പറേഷൻ ജിബ്രാൾട്ടർ ദൗത്യത്തിലൂടെ നുഴഞ്ഞുകയറാൻ പാകിസ്ഥാൻ ശ്രമിച്ചതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മറ്റൊരു യുദ്ധത്തിന് തുടക്കമായത്. 17 ദിവസം നീണ്ടുനിന്ന യുദ്ധം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ഇടപെടലിനെ തുടർന്നാണ് വെടിനിർത്തലിലെത്തിയത്. 1966 ജനുവരി 10-ന് താഷ്കന്റ് കരാറിലൂടെ യുദ്ധവിരാമം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യക്കായിരുന്നു മേൽക്കൈ. കിഴക്കൻ പാകിസ്ഥാൻ നേതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാനും പശ്ചിമ പാകിസ്ഥാൻ നേതാക്കളായ യഹിയ ഖാനും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ നടന്ന രാഷ്ട്രീയ പോരാട്ടമാണ് 1971 ഡിസംബർ 3 മുതൽ ഡിസംബർ 16 വരെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടയാക്കിയത്. 1971 മാർച്ചിലെ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റിലൂടെ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനിലെ പൗരന്മാർക്കെതിരെ നടത്തിയ ആക്രമണങ്ങൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹത്തിനിടയാക്കി. ഡിസംബർ 3-ന് പാകിസ്ഥാൻ പടിഞ്ഞാറൻ വ്യോമതാവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി. ഡിസംബർ 16-ന് പാകിസ്ഥാന്റെ ഈസ്റ്റേൺ കമാൻഡ് കീഴടങ്ങിയതോടെ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഇത് കലാശിച്ചു. 13 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ പാകിസ്ഥാന്റെ 15,000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യ പിടിച്ചെടുത്തെങ്കിലും 1972-ലെ സിംല കരാർ പ്രകാരം ഈ ഭൂമി പിന്നീട് പാകിസ്ഥാന് തിരികെ നൽകി. 1999-ലെ കാർഗിൽ യുദ്ധമായിരുന്നു മറ്റൊരു ഇന്ത്യ പാക് സംഘർഷം. നിയന്ത്രണ രേഖ കടന്ന് പാക് സൈന്യം കാർഗിൽ മേഖല പിടിച്ചെടുത്തതാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. പാക് നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ വിജയ് 2 മാസത്തോളം തുടർന്നു. 1999 മെയ് 3-ന് ആരംഭിച്ച യുദ്ധം ജൂലൈ 26-ന് അവസാനിച്ചു. കാർഗിലിൽ പിടിച്ചെടുത്ത മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും പാകിസ്ഥാന് പിന്മാറേണ്ടി വന്നു. 2016 സെപ്റ്റംബർ 18-ന് ഉറിയിലെ ഇന്ത്യൻ സൈനിക കേന്ദ്രത്തിന് നേരെ നടത്തിയ ഭീകരാക്രമണത്തിന് ഇന്ത്യ സെപ്റ്റംബർ 29-ന് സർജിക്കൽ സ്ട്രൈക്കിലൂടെ കനത്ത തിരിച്ചടി നൽകി. നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യ പാക് അധിനിവേശ കശ്മീരിലെ നിരവധി ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. 2019 ഫെബ്രുവരി 14-ന് പുൽവാമയിൽ CRPFന്റെ വാഹന വ്യൂഹത്തിന് നേരെ ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ആക്രമണത്തിൽ 40ഓളം സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ബലാക്കോട്ടയിലെ ജെയ്ഷെ മുഹമ്മദ് പരിശീലന കേന്ദ്രത്തിന് നേരെ ഇന്ത്യ കനത്ത ആക്രമണം നടത്തി. 2025 ഏപ്രിൽ 22-ന് 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മെയ് 7-ന്, അതായത് ഇന്ന് പുലർച്ചെ, പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണമാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തേത്. റിസർച്ച് ഡെസ്ക് 24.